ഹായ് നമസ്കാരം, ദിസ് ഇസ് ഫിനാസ് അബൂബക്കർ ഫ്രം യൂട്യൂബ് മീഡിയ. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഒമാനിൽ സൊഹാറിലുള്ള ഒരു ഫോർട്ടിന് മുമ്പിലായിട്ടാണ്. ഈ ഒരു ഫോർട്ട് എന്ന് പറയുന്നത് ഒമാനിൽ സൊഹാർ നോർത്ത് ബാത്തിനയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും അതേപോലെ തന്നെ സ്പെഷ്യലായിട്ടുള്ള ഒരു ഫോർട്ടാണ്. എൻ്റെ പുറകിലേക്ക് കാണുന്ന ഈ ഒരു ഫോർട്ട്. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് കയറിച്ചെല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ഈ കൊറോണയും ഇതൊക്കെ കാരണം അത് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഉള്ളിലേക്ക് കയറിയിട്ടുള്ള വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റത്തില്ല. ഞാനീ പുറത്തുനിന്നുള്ള ഈ ഒരു വീഡിയോ ആണ് എനിക്ക് കാണിക്കാൻ പറ്റും. ഈ ഒരു ഫോർട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് ഫോർട്ടുകളുണ്ട്. ഒമാനിലെ സൊഹാർ ഭാഗത്തായിട്ടും ഒമാനിൽ ഒരുപാട് ഫോർട്ടുകളുണ്ട്, ചെറിയ ചെറിയ ഒരുപാട് ഫോർട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പ്രത്യേകത ഉള്ളൊരു ഫോർട്ടാണിത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AD 1-ാം നൂറ്റാണ്ടിലാണ് ഇതിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ടായിരുന്നതെന്നും AD 13-ാം നൂറ്റാണ്ടിലോ 14-ാം നൂറ്റാണ്ടിലോ ആണ് ഈ ഒരു ഫോർട്ടിൻ്റെ പണി കഴിഞ്ഞതെന്നാണ് പിന്നെ പുരാവസ്തു ഗവേഷകരുടെ ഒരു കണ്ടെത്തൽ. ഈ ഒരു ഫോർട്ട് സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒമാനിലെ സൊഹാർ ബീച്ചിനോട് അടുത്തായിട്ടാണ്. പിന്നെ ഈ ഒരു ഫോർട്ടിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ നോർത്ത് ബാത്തിനയിലെ വളരെ പ്രത്യേകതയുള്ളൊരു ഫോർട്ട് തന്നെയാണിത്. ഇവിടെ ഒരുപാട് ഫോർട്ടുകളുണ്ട്, പക്ഷേങ്കിൽ ഈ ഒരു ഫോർട്ട് വളരെ സ്പെഷ്യാലിറ്റിയുള്ള ഫോർട്ടാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫോർട്ട് കിടക്കുന്നത് സൊഹാർ ബീച്ചിനോട് അടുത്തായിട്ടാണ്. വലിയൊരു കുന്നിൻ മുകളിലുള്ള 4 വൃത്തത്തിലുള്ള ഗോപുരങ്ങളും പിന്നെ ഒരു ചതുരത്തിലുള്ള ഗോപുരം അടങ്ങിയിട്ടുള്ള ഒരു ഫോർട്ടാണ് ഈ ഒരു ഫോർട്ട്. ഈ ഒരു ഫോർട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എൻ്റെ പുറകിൽ കണ്ട ഒരു ചതുരത്തിലുള്ള ഒരു ഗോപുരം കണ്ട, അതാണ് ഈ ഒരു ഫോർട്ടിൻ്റെ പ്രത്യേകത. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1856-66 കാലഘട്ടത്തിൽ അപ്പോൾ ഉണ്ടായിരുന്ന രാജാവിൻ്റെ പേര് എന്നോട് പറഞ്ഞു. അപ്പോൾ ആ ഒരു രാജാവിൻ്റെ ശവകുടീരം ഈ ഒരു ഫോർട്ടിനോട് അടുത്തായിട്ടാണ് കിടക്കുന്നതാണ് അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ആ കാലഘട്ടത്തിൽ പിന്നെ ഇവിടെ ഉപരോധം നടക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന മിലിറ്ററീസിനെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് 10 കിലോമീറ്ററോളം ദൂരത്തിലുള്ള ഒരു തുരങ്കം കൂടി ഇവിടെ നിർമ്മിച്ചിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. ഞാനത് കണ്ടിട്ടില്ല, എനിക്ക് ഉള്ളിലേക്ക് കയറി ചെല്ലാൻ സാധിക്കാത്തതുകൊണ്ട് എനിക്കത് കാണാനും സാധിച്ചിട്ടില്ല. ഞാൻ ഈ ഒരു ഫോർട്ട് തുറക്കുന്ന സമയത്ത് അല്ല ഞാനിത് ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അതിനകത്ത് കയറിയിട്ട് ഉള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിക്കാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ എനിക്കിപ്പോൾ ഇതിൻ്റെ ഒരു ഔട്ടർ വീഡിയോ ഇങ്ങനെയാണ് കാണിക്കാൻ സാധിക്കുന്നത്. അകത്തേക്ക് കൊറോണ എന്ന് പറയുന്ന ഒരു റെസ്ട്രിക്ഷൻ ഉള്ളതുകൊണ്ട് എല്ലാ സ്ഥലത്തും അങ്ങ് പെട്ടെന്ന് കയറി ചെല്ലാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. എപ്പോഴും ഈ ഒരു കോട്ടകൾ അല്ലെങ്കിൽ ഈ ഫോർട്ട് എന്നൊക്കെ പറയുന്ന ഈ ചരിത്ര പ്രാധാന്യമുള്ള സംഭവങ്ങളൊക്കെ ഇപ്പോൾ എപ്പോഴും അവരൊക്കെ ഈ റിനോവേഷൻ ചെയ്ത് അതിന് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഒരു ഫോർട്ട് ഉള്ളത്. ഇവിടുന്ന് അടുത്തായിട്ടാണ് ബീച്ച്. പിന്നെ സൊഹാറിലുള്ള ആൾക്കാർക്ക് സൊഹാർ എന്ന് പറയുന്ന ഒരു സിറ്റിയാണ്. ഈ ഒരു സിറ്റിയിലുള്ള ആൾക്കാർക്ക് പിന്നെ കുറച്ച് റിലാക്സേഷനൊക്കെ കിട്ടാൻ കണക്കായിട്ടുള്ള ഒരു പാർക്ക്, 2 പാർക്കുകളാണ് ഈ ഒരു കോട്ടയ്ക്ക് അടുത്തായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സിൽവർ ജൂബിലി പാർക്ക് പിന്നെ ഒരു സൊഹാർ പാർക്ക് എന്ന് പറഞ്ഞ 2 പാർക്കുകൾ ഇതിനടുത്തായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പാർക്കുകൾ സിറ്റിയിൽ നിന്നും അടുത്ത് തന്നെ ആയതുകൊണ്ട് ആൾക്കാർക്ക് കുറച്ച് റിലാക്സേഷൻ കിട്ടുന്ന ഒരു സ്ഥലമാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോർട്ട് പിന്നെ സൊഹാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആകർഷണങ്ങളിൽ ഒന്ന് തന്നെയാണ് നമ്മുടെ സൊഹാർ ഫോർട്ട്. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കോട്ടയുടെ വാതിലിന് മുമ്പിലായിട്ടാണ്. അപ്പോൾ ഈ ഒരു കോട്ട വാതിൽ അടഞ്ഞു കിടക്കുകയാണ്. നമ്മുടെ എല്ലാ സിനിമയിലൊക്കെ കാണുന്നില്ല, ഈ പഴയ പുരാതനമായിട്ടുള്ള സിനിമയിലൊക്കെ കാണുന്ന പോലെ കോട്ട വാതിൽ അടഞ്ഞു കിടക്കുകയാണ് എന്ന് പറഞ്ഞ പോലെ, അതേപോലെ ഈ ഒരു കോട്ട വാതിലും അടഞ്ഞു കിടക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് ഉള്ളിലേക്ക് പോകാൻ പറ്റിയില്ല. ഉള്ളിലേക്ക് പോകാൻ പറ്റുന്ന ഒരു സമയത്ത് ഞാൻ ഇതിനകത്തുള്ള വീഡിയോയിലൂടെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഞാനെപ്പോഴും ചിന്തിച്ചിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ, പല കോട്ടകളും സ്ഥിതി ചെയ്യുന്നത് ഒരു കടലിനോട് അനുബന്ധിച്ചിട്ടില്ല അല്ലെങ്കിൽ ഒരു കടലിനോട് ചേർന്നിട്ടില്ല. കടലിനോട് ചേർന്നിട്ടാണ് പല കോട്ടകളും സ്ഥിതി ചെയ്യുന്നതെന്നുള്ളൊരു നഗ്നമായ സത്യം ഒളിഞ്ഞു കിടക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ നമ്മുടെ നാട്ടിലെ തലശ്ശേരി കോട്ട അല്ലെങ്കിൽ കണ്ണൂർ കോട്ട, കാസർഗോഡ് കോട്ട, ഇങ്ങനെയുള്ള കോട്ടകളിലൊക്കെ പോയ സമയത്തൊക്കെ ഇതൊക്കെ ഈ ഒരു കോട്ടകളൊക്കെ സ്ഥിതി ചെയ്തിട്ടുള്ളത് കടലിനോട് ചേർന്നിട്ടാണ്. അപ്പോൾ കടലും കോട്ടകളും തമ്മിൽ വലിയൊരു ബന്ധം തന്നെ ഉണ്ട്. അപ്പോൾ ഈ ഒരു കോട്ടയും ഇപ്പോൾ ഒമാനിലുള്ള ഈ സൊഹാറിലുള്ള ഈ ഒരു കോട്ടയും സ്ഥിതി ചെയ്യുന്നത് സൊഹാർ ബീച്ചിന് സൈഡിലായിട്ടാണ്. ഈ ഒരു സംഭവം നോട്ട് ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. അപ്പം കടലും കോട്ടകളും, അപ്പോൾ പുരാതനമായിട്ടുള്ള ആൾക്കാരും കടലും ഇതും തമ്മിൽ എന്തൊരു ബന്ധമുണ്ട്, എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ, ചരിത്രത്തിൻ്റെ പിറകെ പോയി അന്വേഷിച്ച് കഴിഞ്ഞാൽ അതുകൂടി കിട്ടുമായിരിക്കും. പിന്നെ ഇങ്ങനെയുള്ള പുരാതനമായിട്ടുള്ള സ്ഥലങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ നല്ല വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ ഈ ഒരു സൊഹാർ ഫോർട്ട്. ഇപ്പോൾ ഇവിടെ വലിയൊരു റെസ്ട്രിക്ഷനൊന്നും ഇല്ലാന്ന് തോന്നുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ വന്ന സമയത്ത് ഇവിടെ ആരും ഇല്ലാത്തത് കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല, എനിക്ക് വലിയൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് ഒരു പുറത്തുള്ള വീഡിയോ എടുക്കുന്ന സമയത്തൊന്നും ഒരു വലിയ റെസ്ട്രിക്ഷൻസൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഈ ഒരു ഫോർട്ട് കാണുന്ന പോലെയല്ല, പുറമേ നിന്ന് കാണുമ്പോൾ ചെറുപ്പ് പോലെ ഇങ്ങനെ ഉണ്ട്, പക്ഷേങ്കിൽ നല്ല വലുപ്പമുണ്ട്. നല്ല ഒരു അത്യാവശ്യത്തിന് നല്ല വലുപ്പമുള്ള നല്ല 5 ഗോപുരങ്ങളുള്ള വലിയൊരു ഫോർട്ട് തന്നെയാണിത്. അകത്തുള്ള വിശേഷങ്ങൾ എനിക്ക് അറിയില്ല എന്താണെന്നുള്ളത്. ഒരുപാട് സംഭവങ്ങളുണ്ട്, എന്തൊക്കെയോ ഉണ്ട്, മ്യൂസിയം ഉണ്ട്, പിന്നെ തുരങ്കമുണ്ട്, പിന്നെ ഈ രാജാവിൻ്റെ ശവകുടീരം ഉണ്ട് എന്നൊക്കെ പറയണേക്കാണ്. സത്യം എന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ
ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. പിന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ എനിക്ക് കോട്ടയുടെ അകത്തുള്ള കാര്യങ്ങളൊന്നും എനിക്ക് കാണിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്കൊരു വിഷമമുണ്ട്. അപ്പോൾ പറ്റുന്ന വിധത്തിലൊക്കെയാണ് ചെയ്തു വിടുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സൊഹാർ കോട്ടയെക്കുറിച്ചിട്ട് പറയാനുള്ളത്. സൊഹാർ ഫോർട്ടിനെ കുറിച്ചിട്ട് പറയാനുള്ള ഈ ഒരു സംഭവങ്ങളൊക്കെയാണ്. ഈ ഒരു ഫോർട്ടിൻ്റെ പൂർണ്ണമായിട്ടുള്ള രൂപം അല്ലെങ്കിൽ അകത്തുള്ള വിശേഷങ്ങളൊന്നും എനിക്ക് നിങ്ങൾക്ക് കാണിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഒന്നാമത് ഈ കൊറോണ ആയത് കാരണം ഇവിടെ എല്ലാം ബന്ധാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാനിത് തുറന്ന സമയത്ത് ഞാൻ ഇതിൻ്റെ വീഡിയോസ് ഞാൻ കാണിക്കുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് അതിനുള്ള സമയവും ഇതൊക്കെ കിട്ടുവാണെങ്കിൽ, അവസരമൊക്കെ കിട്ടുവാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും കാണിക്കുന്നതായിരിക്കും. അപ്പം പുതിയൊരു വീഡിയോ ആയി നിങ്ങളിലേക്ക് എത്തുന്നത് വരെ നിങ്ങളിൽ നിന്ന് വിട പറയുന്നില്ല. ഫിനാസ് അബൂബക്കർ.